ഹലോ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തിരുവോണാഘോഷത്തിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിലായിരുന്നു ജനം. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വസ്ത്രങ്ങളും വാങ്ങി തിരുവോണനാളിനെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കമായതോടെ തലസ്ഥാനത്ത് തിരക്കതിന്റെ പാരമ്യത്തിലെത്തിയ ദിവസമാണിന്ന്. നമ്മളത് കണ്ടു. റാംഷ CP, സ്വാന്തന സജു, ശരത് SS നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം റാംഷയിലേക്ക് പോകുന്നു. റാംഷ, അപ്പോൾ ആദ്യം തന്നെ അഡ്വാൻസായി ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുകയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് ഇന്നത്തെ ദിവസം, അതായത് ഉത്രാടത്തിൻ്റെ ഒരു പാച്ചിൽ അത് നിർബന്ധമാണ്. ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ വലിയ തിരക്കാണിപ്പോൾ. കൊച്ചിയിലൊരു കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിന് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര വലിയ തിരക്ക് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാഴ്ചകൾ? എല്ലാം സെറ്റല്ലേ? ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായില്ലേ? ഇനിയിപ്പോൾ നാളത്തെ ആ ഒരു ദിവസം, തിരുവോണ ദിവസം, എല്ലാ തരത്തിലും അതിൻ്റെ പൂർണ്ണതയിൽ ആഘോഷിക്കാൻ മലയാളി തയ്യാറെടുത്ത് കഴിഞ്ഞില്ലേ റാംഷ? തീർച്ചയായും അഡ്വാൻസ് ഹാപ്പി ഓണം. മലയാളികൾ നാളെ തിരുവോണത്തെ വരവേൽക്കാൻ അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചി നഗരത്തിൽ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ വലിയ തിരക്കായിരുന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടി അനുഭവപ്പെട്ടത്. പല ഭാഗങ്ങളിലും വലിയ ഗതാഗത കുരുക്കുൾപ്പെടെ ഉണ്ടായിരുന്നു. കാരണം അവസാന ഘട്ടത്തിൽ ഈ സദ്യക്കുള്ള സാധനങ്ങൾ, മറ്റ് പൂക്കളത്തിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഉത്രാട പാച്ചിലായിരുന്നു ഇന്ന് കൊച്ചിയെ സംബന്ധിച്ചല്ല, കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും അത്തരത്തിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലാണ്. ഇവിടെ ഓണത്തിനൊരു പ്രധാനപ്പെട്ട, കേരളത്തിലൊരു ഉത്സവം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ തൃക്കാക്കര ക്ഷേത്രം. ഓണം മഹോത്സവം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. നമ്മൾ എല്ലാ കാലത്തും മലയാളികൾ എല്ലാവരും അത് കാണുന്ന, അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാണുന്ന ഒന്നാണ് ഈ തൃക്കാക്കര അമ്പലത്തിലെ ഓണം മഹോത്സവം. ഒപ്പം ഓണസദ്യയും തിരുവോണ സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിൽ ഈ രാത്രി കാഴ്ചകൾ നമ്മൾ അത്ര കണ്ട് അങ്ങനെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകില്ല. പ്രേക്ഷകർ എല്ലാവരും അത് ആ നിലയിൽ കണ്ടിട്ടുണ്ടാകില്ല. കൊച്ചിക്കാർക്ക് സ്വാഭാവികമായും അറിയാം. അതിനപ്പുറത്തേക്ക് മലബാർ ഒക്കെയുള്ള ആളുകൾ ഒരുപക്ഷെ ഈ രാത്രി കാഴ്ചകൾ അത്ര കണ്ടിട്ടുണ്ടാകില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കവാടം. അത് ഈ രാത്രി കാഴ്ചകളുടെ ഏറ്റവും ഗംഭീരമായ ഒരു ദൃശ്യമാണ്. അത് ഈ അമ്പലത്തിലേക്ക് കയറി വരുന്ന വഴിയിലുള്ള ഒരു കവാടമാണ്. അത് ഓരോ വർഷവും ഇങ്ങനെ പല വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു കവാടം കൂടിയാണ്. ഇത്തവണ വളരെ ഗംഭീരമാണ്. ഒരു LED സ്ക്രീനൊക്കെ വെച്ച് ഈ ഓണത്തിൻ്റെ ചരിത്രം തന്നെ ആ കവാടത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓണത്തിൻ്റെ ഒരു ചരിത്രം. മഹാബലി തമ്പുരാൻ്റെ അടുത്തേക്ക് വാമനൻ മൂർത്തി എത്തുന്നതും, പിന്നീട് 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെടുന്നതും, അങ്ങനെ 2 അടി അളന്ന് ഭൂമിയും പാതാളവും എല്ലാം കഴിഞ്ഞു. പിന്നീട് ഭൂമിയും ആകാശവും ഒക്കെ കഴിഞ്ഞ് പിന്നീട് മഹാബലി തമ്പുരാന്റെ തലയിൽ 3ാമത്തെ അടി വെക്കുന്നതിന് വേണ്ടി നിന്ന് കൊടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ചിത്രങ്ങൾ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, നല്ല മഴ പെയ്യുന്നുണ്ട്. അല്പം മുൻപാണ് മഴ പെയ്തത്. ഞാനിവിടെ എത്തുമ്പോൾ നല്ല ജനത്തിരക്കായിരുന്നു. ഈ കാണുന്ന ഇടങ്ങളിലെല്ലാം ആളുകൾ കൂടി നിൽക്കുകയായിരുന്നു. ഇവിടെ ഈ കവാടം കാണാൻ അതോടൊപ്പം ഒരു കരിമരുന്ന് പ്രയോഗം കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ആ നിലയിൽ മഴയായതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. പക്ഷേ വളരെ ഗംഭീരമായി അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ അതൊക്കെ കാണാൻ ഇവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ മഴ പെയ്തു തുടങ്ങിയതോടുകൂടി അവർ പലരും അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഏതായാലും ഈ മഴ ചെറിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇവിടെ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഇവിടെ ഈ ചന്തകൾ, അത് പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ. നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഉത്സവത്തിൻ്റെ ചന്തകൾ. അതോടൊപ്പം തന്നെ മറ്റ് കാഴ്ചകളൊക്കെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി, അതായത് തൃക്കാക്കര ഓണം മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്രത്തോട് അടുപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് കുത്താമ്പള്ളി കൈത്തറിയുടെ ഒരു സ്റ്റാള് കാണാം. അതോടൊപ്പം തന്നെ മറ്റ് ചില ചെറിയ സാധനങ്ങൾ, സ്നാക്സും കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ചില സ്റ്റാളുകളും ഇവിടെ കാണാം. അതിന് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ദൃശ്യങ്ങളിൽ വന്നാൽ നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാട്ടിക്കൊടുക്കാം. ഇവിടെ വിപുലമായൊരു ചന്ത തന്നെ, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവ ചന്ത എന്ന് തന്നെയാണ്. ആ ഉത്സവ ചന്ത, വിപുലമായ നിലയിൽ ഒരു ഉത്സവ ചന്ത നമുക്കിവിടെ കാണാം. അത് ഈ ദൃശ്യങ്ങളൊക്കെ മഴയൊന്നും മാറിയിരുന്നെങ്കിൽ കുറെ ആളുകൾ, അവരുടെ ആവേശവും ഒക്കെ നമുക്ക് കാണാം. എന്തായി ഓണമൊക്കെ? എന്തായി? അടിപൊളിയാ. ഓണം പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? ചെയ്യാൻ പോണുള്ളൂ. നാളെ തിരുവോണായല്ലോ. അപ്പൊ ഓണം പർച്ചേസിന് പോകുന്നുള്ളൂ. പോണേ ഉള്ളൂ. പുതിയ ഓണക്കോടി ഒന്നും എടുത്തില്ല? ഇല്ല.
എടുത്തു. നാളെ ഇട്ടിട്ട് ഇനി ഗംഭീരാക്കണം. ആ ആണ്. ഇന്ന് രാത്രി നമ്മൾ ഉത്സവം കൂടി കാണാൻ പോകുന്നത്. ആ എവിടുന്ന വരുന്നത്? ഞാൻ ചാലക്കുടി ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അതെ തീർച്ചയായിട്ടും കാണാൻ വേണ്ടി വന്നതാണ്. ഓണത്തിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? ഓ കഴിഞ്ഞു കടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു. ഓ നല്ല വാച്ചിലായിരുന്നു, ഇപ്പൊ എത്തിയുള്ളൂ. എന്നിട്ട് പൂരം കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു തിരിച്ചു. അപ്പൊ അതാണ് ഓണത്തിന്റെ ഒരു ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് അവസാനം ഒന്ന് രാത്രി ഒന്ന് ഉത്സവം കൂടി കണ്ടുപോകാം എന്ന് കരുതി വന്ന ആളുകളാണ്. എങ്ങനെ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അമ്പലത്തിൽ നമുക്ക് ഇവിടെ തന്നെ ഓണം. അപ്പൊ സദ്യ, തിരുവോണത്തിന് സദ്യ ഇവിടെ തന്നെയാണ്. അതെ ഇവിടെ തന്നെ സദ്യ. അതാണ് ഷിയാസ്, ഇവിടെ കൊച്ചിക്കാരുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇവിടെ തിരുവോണത്തിന് മിക്ക ആളുകളും വീട്ടിൽ സദ്യയൊന്നും ഒരുക്കാറില്ല. കാരണം ഇവിടെ ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ വിപുലമായ സദ്യയാണ് ഉണ്ടാകാറ്. ഏകദേശം 10-20,000-ഓളം ആളുകൾ നാളെ ഇവിടെ ഓണസദ്യ കഴിക്കാനെത്തും. രാവിലെ മുതൽ ഏകദേശം ഒരു 10 മണി മുതൽ ഇവിടെ ഓണസദ്യ ആരംഭിക്കും. അങ്ങനെ വിപുലമായ നിലയിലുള്ള ഒരു നിരവധി കറികളുമൊക്കെ ആയുള്ള ഓണസദ്യയാണ് ഇവിടെ ഒരുക്കാറുള്ളത്. നമുക്ക് മറ്റൊരു ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും, പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷം. അത് സാധാരണ നമുക്ക് ഉത്സവത്തിൻ്റെ അന്തരീക്ഷം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുകൾക്ക് പുറത്തുകൂടിയാണ് ഒരു ഉത്സവാന്തരീക്ഷം എന്ന് പറയുന്നത്. അത് ഈ ചന്തകളിലൊക്കെ കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമുക്കിവിടെ കാണാം. നമ്മൾ സാധാരണ ഈ ഉത്സവ പറമ്പുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു പ്രധാന വിനോദം ഈ ചന്തകളൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ചന്തകൾ, ഉത്സവം ക്ഷേത്രം മാത്രമല്ല, ഈ ചന്തകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന ആളുകളെ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഒരുപക്ഷെ ക്ഷേത്രത്തിലെ ഓണക്കാഴ്ചകളാണ് റാംഷ കാണിച്ചു തന്നതോടൊപ്പം കൊച്ചി എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു, മധ്യകേരളം എങ്ങനെ ഓണത്തിനായി ഒരുങ്ങിയിരിക്കുന്നു എന്ന് റാംഷ വിശദീകരിച്ചു. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചകളുണ്ട്, ഒപ്പം കോഴിക്കോട് മിഠായിത്തെരുവിലെ കാഴ്ചകൾ. ഇവിടെ കനകക്കുന്നിലൊക്കെ മനോഹരമായ വർണ്ണ വിസ്മയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്കെല്ലാം നമുക്ക് പോകണം. അപ്പോൾ റിപ്പോർട്ടറും ഒട്ടും കുറച്ചിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, നമ്മുടെ ഫ്ലോറിൽ മനോഹരമായ ഊഞ്ഞാലുണ്ട്, പൂവുണ്ട്, പൂക്കളമുണ്ട്, ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരുന്നു, നാളെയും സദ്യയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഓണപ്പൂക്കളവും ഓണത്തിൻ്റെ ഒരു വൈബിൽ റിപ്പോർട്ടറും ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നാണ് ഈ ഒരു മനോഹരമായ ഒരു കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളെല്ലാവരും ഹൃദയം നിറഞ്ഞ ഓണത്തിൻ്റെ ആ ഒരു തിമിർപ്പിലാണ്, ആ ഒരു ആവേശത്തിലാണ്, ആ ഒരു ആഘോഷത്തിലാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്.